ജാൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നൊരു വീഡിയോ ചെറിയ കാർ റിലേറ്റഡ് ആയിട്ടുള്ളൊരു ചെറിയൊരു വീഡിയോ ആണ്. അതായത് കാറിൻ്റെ ക്ലീനിങ്, അതായത് മൊത്തം കാറല്ല, അതിൻ്റെ കാർപ്പറ്റ് ക്ലീനിങ്, അതായത് കാറിൻ്റെ അകത്തുള്ള കാർപ്പറ്റ്സ് എങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും, അത് വീട്ടിൽ എങ്ങനെ ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ പുറത്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർ പ്രൊഫഷണലായിട്ട് നമുക്ക് ചെയ്തു തരും, അതായത് നല്ല നീറ്റായിട്ട് ചെയ്തു തരും. അവർ കെമിക്കൽസ് ഉപയോഗിക്കും, അതിനുള്ള സൊല്യൂഷൻസ് ഉപയോഗിക്കും, പിന്നെ സ്റ്റീം ക്ലീനിങ്, പിന്നെ അതേപോലെ പല പ്രോസസ്സ് ഉപയോഗിച്ച് അവരത് വൃത്തിയായിട്ട് ക്ലീൻ ചെയ്തു തരും. അതിന് നമ്മൾ അത് എക്സ്പെൻസീവാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ ക്ലീൻ ചെയ്യുമ്പോൾ നമുക്ക് എളുപ്പത്തിന്, അതായത് കെമിക്കൽസ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ കെമിക്കൽസ് ചിലവർക്ക് അലർജിയാണ്, ചില പിള്ളേർക്ക് അത് അലർജിയാണ്, അല്ലെങ്കിൽ അതിൻ്റെ സ്മെല്ല് ചിലവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പം അങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന 1-2 ഐറ്റംസ് ഞാൻ കാണിച്ചു തരാം. അതായത് ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് വളരെ ഈസിയാണ്. നമുക്ക് കെമിക്കൽസ് ഉപയോഗിക്കുന്നില്ല, അങ്ങനത്തെ സ്മെല്ലുള്ള സൊല്യൂഷൻസ് ഒന്നും ഉപയോഗിക്കുന്നില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ക്ലീനിങ് ആണ് ഞാനിന്ന് കാണിച്ചു തരുന്നത്. നിങ്ങളും ചെയ്ത് നോക്ക് വീട്ടിൽ. അത് ഒത്തിരി യൂസ്ഫുള്ളാണ്. ഞാനെപ്പോഴും ചെയ്യുന്നതാണ്. എൻ്റെ വണ്ടിയിൽ ഞാൻ കെമിക്കൽസ് ഒന്നും ഉപയോഗിക്കില്ല, ഇൻറ്റീരിയറിൽ ഒരിക്കലും കെമിക്കൽസ് ഉപയോഗിക്കില്ല. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യുന്നത്, വണ്ടികളിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന സ്ഥലം വണ്ടീൻ്റെ അകത്താണ്. അത് വണ്ടീൻ്റെ പുറത്ത് ചെളി ഉണ്ടെങ്കിൽ നമ്മളത് കഴുകിക്കളയും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ അകം ഭയങ്കര നീറ്റായിട്ട് എപ്പോഴും ഇരുന്നില്ലെങ്കിൽ പൊടി ഭയങ്കരമായിട്ട് നമ്മൾ തന്നെ സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പിള്ളേർക്ക് ചില അലർജി ഉള്ള പിള്ളേർ, അല്ലെങ്കിൽ ഡസ്റ്റ് അലർജി ഉള്ള പിള്ളേർ, അല്ലെങ്കിൽ നോർമൽ ഒരു അലർജി ഇല്ലാത്തവർക്ക് നമുക്കൊരു ബുദ്ധിമുട്ടായിരിക്കും വണ്ടിക്കകത്ത് ഇരിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മുടെ വണ്ടീൻ്റെ അകം ഭയങ്കര വൃത്തിയായിട്ട് വെച്ച് നമുക്ക് ട്രാവൽ ചെയ്യുമ്പോഴും നമുക്കൊരു സുഖമാണ്. അലർജീസും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, നല്ലൊരു പ്ലസൻ്റ് ആയിരിക്കും. അതുപോലെ തന്നെ വണ്ടി നീറ്റായിരിക്കും. അപ്പം അങ്ങനെ ഒരു ചെറിയൊരു ഐഡിയ ഞാൻ കാണിച്ചു തരാം. ഞാൻ ചെയ്യുന്ന അങ്ങനെയാണ്. അതുകൊണ്ട് നമുക്ക് ഡസ്റ്റ് അലർജി ഇല്ല, പൊടി അധികം അകത്തുള്ള പൊടി നമുക്ക് അകത്ത് പൊടി ഉണ്ടാവാറില്ല ശ്വസിക്കാനായിട്ട്. ഏറ്റവും മിനിമലായിട്ട് നമ്മൾ വെക്കാൻ പറ്റും. അപ്പോൾ നമുക്കത് ചെയ്യാൻ നോക്കാം എങ്ങനെയാണ്. പുതിയൊരു വാക്യൂം ക്ലീനർ വാങ്ങി, അപ്പം അതും ഒന്ന് ടെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പുൾമാൻ്റെ ഏത് മോഡലാണെന്ന് ചോദിച്ചാൽ പുൾമാൻ HL 151 15 ലിറ്ററിൻ്റെ ഒരു വെറ്റ് ആൻഡ് വാക്യൂം ക്ലീനറാണ്. നമ്മൾ സംഭവങ്ങൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഈ സംഭവം സെറ്റ് ചെയ്തു. അപ്പോൾ ഇതിനകത്ത് ഇത് കണ്ടോ, ഈ സംഭവങ്ങളാണ് നമ്മൾ, ഈ ഒരു ഹെഡാണ് നമ്മൾ കാറിൻ്റെ അകം കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഇത് നമുക്ക് സീറ്റ്സൊക്കെ ചെയ്യണമെങ്കിൽ കുറച്ചുകൂടെ ഈസി ഇതായിരിക്കും. അല്ലെങ്കിൽ ഇതാണ് കുറച്ചുകൂടെ എന്താ പറയുക, വളരെ ഈസിയായിട്ട് കാർ വാക്യൂം ചെയ്യാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഇതാണ്, ഈ ഒരു ഹെഡാണ്. അതപ്പോൾ നമുക്ക് ചെറിയ ഗ്യാപ്പുകളിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതിട്ട് യൂസ് ചെയ്യാം കേട്ടോ. നമ്മുടെ ഫ്രണ്ട് ഡ്രൈവർ സൈഡിൽ നമ്മുടെ വണ്ടിയിൽ ഞാൻ ആദ്യം ഇവിടെ ഒരു മാറ്റ് ഇട്ടിട്ടുണ്ട്. ഈ മാറ്റ് എന്ന് വെച്ചാൽ നമ്മൾ ചെളിയിൽ എവിടെയെങ്കിലും ഇറങ്ങുന്നുണ്ടെങ്കിൽ ആ ചെളി അകത്താവാണ്ടിരിക്കാനായിട്ടാണ് ഇതിട്ടിരിക്കുന്നത്. അപ്പോൾ അത് മാറ്റിക്കളയാം. ഇതിനകത്തുണ്ട് പൊടിയുണ്ട്, അത് ക്ലീൻ ചെയ്യാൻ നമുക്ക് വാഷ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ഇത് ക്ലീൻ ചെയ്യാനായിട്ട്. അത് നമുക്ക് ഇടാം. ഇതിൻ്റെ അകത്ത് വരുന്നത് കമ്പനി തരുന്ന ഒരു കാർപ്പറ്റ്, ഒരു മാറ്റുണ്ട്, അതായത് ക്ലോത്ത് ടൈപ്പ് മാറ്റാണിത്. ഇതിനകത്തുള്ള പൊടികൾ വേണ്ട. നമ്മൾ കാല് ചവിട്ടുന്ന ഏരിയ റബ്ബർ മാറ്റിൻ്റെ സൈഡിൽ ഉള്ള ഏരിയയിലാണ് കൂടുതൽ പൊടി ഇരിക്കുന്നുണ്ടോ. ഇതിനകത്ത് നമുക്ക് പൊടി ശരിക്കും കാണാൻ പറ്റുന്നുണ്ടോ. ഇതിനകത്ത് തട്ടിക്കഴിഞ്ഞാൽ പൊടി മുകളിലേക്ക് വരും. അപ്പോൾ ഈ കാർപ്പറ്റിൻ്റെ ഈ മാറ്റിൻ്റെ ഇതിനകത്തും ഒത്തിരി പൊടിയുണ്ട്. നമ്മളിപ്പം ഈസി ആയിട്ട് വാക്യൂം ചെയ്യുമ്പം നമ്മൾ ജസ്റ്റ് ഈ പൊടി മാത്രം അങ്ങ് തട്ടിയെടുത്തങ്ങ് പോരുള്ളൂ. അപ്പോൾ എന്നാലും അതിനകത്തുള്ള പൊടി അതിനകത്തുണ്ടാവും. അതുപോലെ തന്നെ ഈ സൈഡ് നമ്മുടെ ലെഗ് റെസ്റ്റിൻ്റെ സൈഡിൽ നമുക്ക് പൊടി ഉണ്ടല്ലേ. പക്ഷേ ഇതെങ്ങനെ ക്ലീൻ ആക്കാമെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു കാർപ്പറ്റ് പൊടി ഒന്ന് തട്ടിക്കളഞ്ഞിട്ട് ഇത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് സൊല്യൂഷൻസ് ഇല്ല, കെമിക്കൽസ് ഇല്ല, ഒന്നുമില്ല. ഞാൻ എടുത്തിരിക്കുന്ന ഈ ബോട്ടിലിൽ, സ്പ്രേ ബോട്ടിലിൽ വെറും വെള്ളം മാത്രമാണ്. ചൂടുവെള്ളം എടുക്കാം, അല്ലെങ്കിൽ പച്ചവെള്ളം എടുക്കാം. ഏത് 2 വെള്ളമാണെങ്കിലും കുഴപ്പമില്ല. ഇത് നമുക്ക് ആ മാറ്റിൽ നമുക്ക് ഫുള്ളായിട്ട് സ്പ്രേ ചെയ്യാം. അതുകൊണ്ടോ നോക്കാം. ഇത് ഫുള്ളായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക, ഒരൊറ്റ റൗണ്ട്. അതിനകത്ത് ജസ്റ്റ് വെള്ളം, അതായത് ഇതുപോലെ തന്നെ നമുക്ക് ഈ കാർപ്പറ്റിൻ്റെ ഈ അകത്തുള്ള കാർപ്പറ്റ് നമുക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഈ സൈഡ് ഒക്കെ എവിടെയൊക്കെയാണ് പൊടി ഉള്ളതനുസരിച്ച് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുത്താൽ, അല്ലെങ്കിൽ മൊത്തം സ്പ്രേ ചെയ്ത് കൊടുത്താലും കുഴപ്പമില്ല. ജസ്റ്റ് ഒരു സ്പ്രേ മാത്രം. എന്നിട്ട് അവിടെ കുറച്ച് നേരം ഈ കാർപ്പറ്റും അതും കുറച്ച് നേരം അവിടെ അങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ നമ്മൾ നേരത്തെ വെള്ളം അടിച്ച് വെച്ച് കാർപ്പറ്റില്ലേ, അത് നമുക്ക് വാക്യൂം ചെയ്യാം കേട്ടോ.
കാർപ്പറ്റ് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടിരിക്കണല്ലേ കണ്ടോ, ഒരു പൊടിയില്ല ഒന്നുമില്ല. ഇതിനകത്ത് ഇങ്ങനെ കൊട്ടിയാൽ നമുക്ക് പൊടിയൊന്നുമില്ല കണ്ടില്ല. ആ വെള്ളം അടിച്ചുകൊണ്ട് വെള്ളം സ്പ്രേ ചെയ്തുകൊണ്ട് ഇതിനകത്ത് കംപ്ലീറ്റ് വെള്ളം കഴിഞ്ഞ് അകത്തുള്ള പൊടിയും കൂടെ അങ്ങ് വലിച്ചെടുത്തു. അപ്പോൾ നല്ല നീറ്റായിട്ട് ക്ലീൻ ആയി കണ്ടോ. അപ്പോൾ ഇതുകൊണ്ട് ഇതിനകത്ത് വേറെ കെമിക്കലില്ല, ഇതിനകത്ത് നമുക്ക് വേറെ സ്മെല്ലിൻ്റെ കുഴപ്പമില്ല, ഒന്നുമില്ല, വെറും പ്ലെയിൻ വാട്ടറാണ്. സംഭവം ക്ലീൻ ആവുകയും ചെയ്ത് കണ്ടില്ലേ. ഇപ്പോൾ കണ്ടോ നമ്മൾ അകം ചെയ്ത് കണ്ടില്ലേ, നല്ല നീറ്റായില്ലേ, കംപ്ലീറ്റ് പൊടിയും പോയി, അകത്തുള്ള കംപ്ലീറ്റ് പൊടി പോയി നല്ല നീറ്റായി. അപ്പോൾ ഇതാണ് ഞാൻ യൂസ് ചെയ്ത വാക്യൂം ക്ലീനർ പുൾമാൻ. ഞാനത് പുതിയത് വാങ്ങിയെന്ന് ട്രൈ ചെയ്ത് നോക്കിയാണ്. നല്ല അടിപൊളി സാധനം കേട്ടോ. വെറ്റൻ വാക്കാണ്, അതുകൊണ്ട് നമുക്ക് വീടുകളിൽ ഉപയോഗിക്കാം, വണ്ടി ക്ലീൻ ചെയ്യാനും എല്ലാത്തിനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന വെറ്റൻ വാക്യൂം ക്ലീനറാണ്. നല്ല പവർഫുള്ളാണ്. ഇത് വാക്യൂം ചെയ്യാനായിട്ട് പുതിയ വാക്യൂം ക്ലീനർ വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. സാധാരണ വാക്യൂം ക്ലീനർ ആണെങ്കിലും ഈ ഒരു ടെക്നിക്ക് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് ഞാൻ പുതിയ വാങ്ങിയത് കൊണ്ട് ഞാനത് കാണിച്ചത് മാത്രം. ഇനിയിപ്പോൾ നമുക്ക് ഒത്തിരി, അതായത് ഇപ്പം ഈ വണ്ടിയിൽ അധികം ഡസ്റ്റ് ഉണ്ടായിരുന്നു, എന്നാലും അത്യാവശ്യം ഡസ്റ്റ് ഉള്ള വണ്ടികളിലാണെങ്കിൽ ഈ ഒരു ഐഡിയ നമുക്ക് ചെയ്ത് നോക്കാം. നല്ല നീറ്റായിട്ട് വരും. കാരണം ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമുക്ക് നല്ലൊരു റിസൾട്ടാണ് കിട്ടുക. ഇപ്പം നമുക്ക് മണം വലിയ കുഴപ്പമില്ലാത്തതുകൊണ്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഡിഷ് വാഷിംഗ് ലിക്വിഡില്ല, അതൊരു 2 ഡ്രോപ്പ് ഈ വെള്ളത്തിൽ ഒഴിച്ചിട്ട് അടിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയ സ്മെല്ലും കിട്ടും, കെമിക്കൽ അല്ലാത്ത പോലെ സ്മെല്ലും കിട്ടും. ഇപ്പോൾ ഒന്നും വേണ്ടാത്തതാണെങ്കിൽ വെള്ളമാണ് ഏറ്റവും ബെസ്റ്റ്. ചൂടുവെള്ളമോ തണുത്ത വെള്ളമോ ഏറ്റവും ബെസ്റ്റ് അതാണ്. അപ്പം ഇങ്ങനെ നമുക്കിത് ചെയ്യാൻ പറ്റും. ഇതാണ് ഒരു ടെക്നിക്ക്. ഇനി ഇതിൻ്റെ കെമിക്കൽ ഉപയോഗിച്ചിട്ടുള്ള ടെക്നിക്സ് വേറെ ഉണ്ട്, അതൊക്കെ ഞാൻ അടുത്ത വീഡിയോസിലൊക്കെ പറഞ്ഞുതരാം എങ്ങനെയാണെന്നുള്ളത്. അപ്പം കെമിക്കൽ ഫ്രീ ആയിട്ട്, അതായത് യാതൊരു സ്മെല്ലും ഇല്ല, ഒന്നും ഇല്ലാണ്ട് നമുക്ക് കാർപ്പറ്റ്സൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയ ആണത്. നിങ്ങൾക്ക് ട്രൈ നോക്കാം വീട്ടിൽ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു, നിങ്ങൾക്കിത് ഉപയോഗപ്രദമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.